നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അങ്ങനൊരു സ്ഥാപനം, ഭരണഘടനാ സ്ഥാപനം നമ്മുടെ രാജ്യത്തുണ്ട് എന്നറിയുന്നത് തന്നെ പൊതുജനങ്ങൾ, നമ്മുടെ സാധാരണ പൗരന്മാർ അറിയുന്നത് തന്നെ 1991 ശേഷമാണ്. TN ശേഷൻ എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അതിൻ്റെ തലപ്പത്ത് വന്നപ്പോഴാണ് ആ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ആഴവും പരപ്പും ഭാരതത്തിലെ പൗരന്മാർക്ക് ബോധ്യപ്പെട്ടത്. ആ തിരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തൊക്കെ അധികാരങ്ങളുണ്ട് എന്നും അത് തിരഞ്ഞെടുപ്പ് എത്ര സുഗമമായി നടത്താൻ സാധിക്കുമെന്നും ജനാധിപത്യത്തെ എത്രത്തോളം അത് ശക്തിപ്പെടുത്തും എന്നുമൊക്കെ നമ്മൾ അറിഞ്ഞത് ആ TN ശേഷൻ എന്ന ആ ഉദ്യോഗസ്ഥൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതല ഏറ്റതിനു ശേഷമാണ്. ഇപ്പോൾ നമുക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരാളും ഒപ്പം അദ്ദേഹത്തെ സഹായിക്കാൻ 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അടക്കം 3 പേരാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ തിരഞ്ഞെടുപ്പുകളുടെയും കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്നത്. അവർ 3 പേരാണ്. അതിന് താഴെ സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്, അതിനൊക്കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും സുപ്രധാനമായ ഒരു ചുവട് വച്ചിരിക്കുന്നു. അത് രാജ്യത്ത് നിലവിലുള്ള വോട്ടർ പട്ടിക സമൂലം തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സത്യത്തിൽ ഈ വാർത്ത ഇടുത്തി പോലെയാണ് കോൺഗ്രസിനും CPM-നും അടക്കമുള്ള നമ്മുടെ ബംഗാളിലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ്റെ DMK തുടങ്ങിയ പാർട്ടികൾക്കൊക്കെ ഒരു ഇടുത്തി പോലെയാണ് അനുഭവപ്പെട്ടത്. അവരാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്നും BJP ഈ ക്രമക്കേട് മുതലെടുത്ത്, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ മുതലെടുത്ത് അധികാരത്തിൽ തുടർച്ചയായി എത്തുകയാണെന്നും ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്നും ഒക്കെ ആക്ഷേപിച്ച് രംഗത്തെത്തിയതും ഇവർ തന്നെയാണ്. പക്ഷേ അവർക്ക് ഈ തീവ്ര പുനഃപരിശോധന, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ചിരിക്കുന്ന, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തീവ്ര പുനഃപരിശോധന അവർക്ക് സമ്മതമല്ല. അത് അവർക്ക് അസ്വീകാര്യമാണ്. ബീഹാറിൽ നമ്മൾ കണ്ടു. ബീഹാറിൽ തീവ്ര പുനഃപരിശോധനയുമായിട്ട് SIR ആയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് ഹർജി നൽകിയത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ആ ഹർജി സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. അവിടെ 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി, അത് വലിയ ക്രമക്കേടാണ്, വോട്ടവകാശമുള്ളവരെയാണ് പുറത്താക്കിയിരിക്കുന്നത് എന്ന് ആരോപിച്ചാണ് ഈ ഹർജിക്കാർ രംഗത്ത് വന്നത്. അങ്ങനെ ആ രംഗത്ത് വന്ന ഹർജിക്കാരുടെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി വിശദമായി ആ കേസിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഈ പുറത്തായ 65 ലക്ഷം പേരിൽ 2 പേർ മാത്രമാണ് പരാതിയുമായിട്ട് രംഗത്തെത്തിയത്, തങ്ങളുടെ വോട്ട് അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ്. ഇത് സുപ്രീം കോടതിയെ തന്നെ ആശ്ചര്യപ്പെടുത്തി. സുപ്രീം കോടതി ചോദിച്ചു, 65 ലക്ഷം പേരെ പുറത്താക്കിയിട്ടും വെറും 2 പേരാണോ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ തീവ്ര പുനഃപരിശോധന സുതാര്യവും സത്യസന്ധവുമായിട്ട് നടന്നു എന്നല്ലേ? അപ്പോൾ പിന്നെ പുതിയൊരു ആവശ്യം മുന്നോട്ട് വെച്ചു ഈ ഹർജിക്കാർ. അതായത് ആധാറിനെ ഉൾപ്പെടുത്തണം, പൗരത്വ രേഖയായിട്ട് ആധാറിനെയും കണക്കാക്കണം. സുപ്രീം കോടതി പറഞ്ഞു അത് സാധ്യമല്ല. ആധാർ പൗരത്വ രേഖയല്ല എന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ നിയമാവലി അനുസരിച്ച്, വകുപ്പുകളും ചട്ടങ്ങളും അനുസരിച്ച് പൗരത്വ രേഖയായിട്ട് ആധാറിനെ കണക്കാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. പക്ഷേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഈ തീവ്ര പുനഃപരിശോധന നടത്തുമ്പോൾ ആധാറിനെയും ഒരു രേഖയായി, തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് അംഗീകരിച്ചു. ഇപ്പോഴിതാ രാജ്യവ്യാപകമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, ആസാം, ബംഗാൾ, കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ബീഹാറിൽ അടുത്ത് തന്നെ നടക്കും, ഏതാണ്ട് നവംബറിന് മുമ്പ് നടക്കും. അടുത്ത വർഷം മാർച്ച് ഏപ്രിലോടുകൂടി ഞാൻ ഈ പറഞ്ഞ ആസാം തുടങ്ങിയ, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ
സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതാ ആസന്നമായിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 3 മാസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പോൾ ബുധനാഴ്ച, ഈ വരുന്ന ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിലെ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയുമായി പുതുക്കിയ വോട്ടർ പട്ടികയുടെ കരടുമായി ഈ യോഗത്തിൽ പങ്കെടുക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. തീർച്ചയായിട്ടും അതൊരു തീവ്ര പുനഃപരിശോധന, ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് തീവ്ര പുനഃപരിശോധന രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നതിൻ്റെ സൂചനയായി ആ യോഗത്തെ വിലയിരുത്തുന്നു. രാഷ്ട്രീയ പാർട്ടികളോടൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ആലോചിച്ചില്ല എന്ന പരാതിയാണ് ഇപ്പോൾ CPM അടക്കമുള്ളവർ ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ യോഗം ആദ്യം ചേർന്നോട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനൊരു രൂപരേഖ ഉണ്ടാക്കട്ടെ, അതിനുശേഷം പോരെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ CPM ഏറ്റവും ഭയപ്പെടുന്നത് ഒരു പക്ഷേ ഈ കൃത്യമായി ഈ വോട്ടർ പട്ടികയൊക്കെ പരിശോധിച്ച് തീവ്ര പുനഃപരിശോധനയ്ക്ക് ശേഷം അതിലെ ക്രമക്കേടുകളെല്ലാം മാറ്റി, അതിലെ ഇരട്ട വോട്ടുകളും മരിച്ചുപോയവരുടെ വോട്ടുകളും ഒക്കെ മാറ്റി കള്ളവോട്ട് ചെയ്യാനുള്ള സകല പഴുതുകളും അടച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പാർട്ടിയുടെ ദേശീയ പാർട്ടി എന്ന പദവി പോലും നഷ്ടപ്പെട്ടേക്കാം. കാരണം ഇത്ര സംസ്ഥാനങ്ങളിൽ ഇത്ര MLA-മാർ വേണം, ഇത്ര MP-മാർ വേണം, ഇത്ര ശതമാനം വോട്ട് വേണം എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കാൻ കഴിയാതെ വന്നാൽ CPM-ൻ്റെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും എന്ന് തീർച്ചയാണ്. നിലവിൽ CPI-ക്ക് ആ പദവി ഇല്ല, അത് മറ്റൊരു കാര്യം. കോൺഗ്രസ് ഇവിടെ ഭയക്കുന്നത് ഈ ഉള്ള വോട്ട് കൂടി നഷ്ടപ്പെടുമോ? ഇപ്പോൾ നിലവിൽ കോൺഗ്രസ്സിന് ഒരു ചെറിയ ശതമാനം MLA-മാരും MP-മാരും ഒക്കെ ഉണ്ട്, 99 MP-മാരുണ്ട്. രാജ്യത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം മടക്കി കിട്ടി കോൺഗ്രസ്സിന്. അങ്ങനെയുള്ള കോൺഗ്രസ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടിക കൂടി ശുദ്ധീകരിച്ചാൽ തങ്ങളുടെ സ്ഥിതി കൂടുതൽ പരുങ്ങലിലാകും എന്ന് ഭയക്കുന്നു. അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യം പറയാനില്ല. മമത ആവോളം ബംഗ്ലാദേശികളെ ബംഗാളിലേക്ക് കുടിയേറാനുള്ള എല്ലാ സൗകര്യങ്ങളും അനധികൃത കുടിയേറ്റത്തിന് ചെയ്തു കൊടുത്ത് അവർക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നൽകുന്നു. ഇത് പലപ്പോഴും പോലീസ് കയ്യോടെ പിടിച്ചിട്ടുണ്ട്. ഈ അവിടെ നിന്നും ഈ ഇങ്ങനെ അനധികൃതമായി നുഴഞ്ഞു കയറി ബംഗാളിലെത്തി വ്യാജ തിരിച്ചറിയൽ കാർഡ് സമ്പാദിച്ച് അതുമായിട്ട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്ന ബംഗ്ലാദേശികളെ കയ്യോടെ പൊക്കി. ഗുജറാത്തിൽ നിന്ന്, UP-യിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് ബംഗ്ലാദേശികൾ മാത്രമല്ല, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇവരെല്ലാം നമ്മുടെ രാജ്യത്തേക്ക് വലിയ രീതിയിൽ കുടിയേറുന്നുണ്ട്. അനധികൃതമായി നുഴഞ്ഞുകയറ്റമാണ്. അങ്ങനെ നുഴഞ്ഞു കയറുന്നവർക്ക് ഇവിടെ വോട്ടവകാശം കൊടുക്കുകയാണ്. ഇത് നടക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടികളുമായിട്ട് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ബീഹാറിൽ നിന്ന് 65 ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് വെറുതെയല്ല. ഇതൊക്കെ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന പല സത്യങ്ങളും തിരിച്ചറിയാനിടയാകുന്നു. സമാനമാണ് ആസാമിലെ അവസ്ഥ. ആസാമിലെ സർക്കാർ വലിയ രീതിയിൽ അവിടെ നിന്ന് ഈ അനധികൃതമായി കുടിയേറിയ ആൾക്കാരെ ദിവസം തോറും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പലതും ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഏതാണ്ട് 63 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറിയവർ കൈവശപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇത് ഈ സർക്കാർ ഭൂമി കയ്യേറിയിരിക്കുകയാണ് അനധികൃതമായി, വനമടക്കം കയ്യേറിയിരിക്കുകയാണ്. അതിൽ 1 ലക്ഷം ഏക്കർ കഴിഞ്ഞ ദിവസം, അതായത് 4 വർഷത്തെ ശ്രമഫലമായിട്ട് ആസാമിലെ ഹിമന്ത ബിശ്വാസ് സർക്കാർ 1 ലക്ഷം ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ചു. നോക്കൂ, 63 ലക്ഷം ഏക്കർ ഭൂമിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ 4 വർഷം കൊണ്ട് കേവലം 1 ലക്ഷം ഏക്കർ ഭൂമി മാത്രമേ തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ എത്ര ഭയാനകമാണ് സ്ഥിതി എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് ഈ അനധികൃത നുഴഞ്ഞുകയറ്റം നമ്മുടെ രാജ്യത്തേക്ക് ഈ ബംഗ്ലാദേശികളും റോഹിംഗ്യൻ മുസ്ലിങ്ങളും ഒക്കെ അനധികൃതമായി നുഴഞ്ഞു കയറുന്നത് അവസാനിപ്പിക്കണം. അതിലൂടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
മുന്നോട്ട് പോകുമ്പോൾ അതിനെ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നത് ശരിയല്ല. നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. യാതൊരു വിധത്തിലുള്ള മനുഷ്യാവകാശവും ഈ നുഴഞ്ഞുകയറ്റക്കാരോട് കാണിക്കേണ്ടതില്ല. അവർക്ക് അവരുടെ രാജ്യമുണ്ട്. അവർക്ക് അവിടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നേരിടാനുള്ള സംവിധാനങ്ങൾ ലോകത്തുണ്ട്. അതിനെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്തും നമുക്ക് ചെയ്തു കളയാം എന്ന് കരുതി, ചില രാഷ്ട്രീയക്കാരുടെ ഒത്താശ കൂടിയുണ്ട് എന്ന് കരുതി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനല്ല ശ്രമിക്കേണ്ടത്. അങ്ങനെ നുഴഞ്ഞു കയറുന്നവരെ കാത്തിരിക്കുന്നത് കൽത്തുറങ്കുകളാണ്, കയ്യാമങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത്, നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഒക്കെ നമ്മുടെ രാജ്യം ഭരിക്കുന്നവരുടെ കടമയാണ്. അതിന് അവർ തയ്യാറാവുക തന്നെ വേണം. ഇന്ത്യക്കാരനല്ലാത്ത, ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാളെ പോലും അനധികൃതമായി നമ്മുടെ രാജ്യത്ത് താമസിക്കാൻ അനുവദിക്കരുത്. അവർക്ക് വോട്ടവകാശം നൽകരുത്. അനധികൃതമായി വ്യാജരേഖകളുടെ ബലത്തിൽ അവർ വോട്ട് ചെയ്യാൻ അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുവേണ്ടി ശക്തമായ നടപടികൾ, കർശനമായ നടപടികൾ, കടുത്ത നടപടികൾ തന്നെ സ്വീകരിക്കുക വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.